കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലാക്കി പ്രവാചകൻ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് ആ മലാക്കി 4-ാമത്തെ അധ്യായത്തിൽ കാണപ്പെടുന്നത്. മലാക്കി 4-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസമെന്നാണ് യഹോവയുടെ വരവിനെക്കുറിച്ച് പറയുന്നത്. അന്നാണെങ്കിൽ ജീവനുള്ളതും ഇല്ലാത്തതും ഒന്നും ഈ ഭൂമി പോലും ശേഷിക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ അത് യെശയ്യാവിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ബലവാൻ ചണൽ നാര് പോലെയും അവൻ്റെ പണി തീപ്പൊരി പോലെയും ആകും. കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തു പോകും എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, അങ്ങനെ ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒത്തു വെന്തു പോകുന്ന, അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം വെന്തു പോകുന്ന ഒരു ദിവസമാണ് അത് ചൂള പോലെ കത്തുന്ന കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ബലവാന്മാരുടെ ബലം ഒന്നുമില്ലാതെ ക്ഷയിച്ചു പോകുമെന്ന് ദൈവവചനം പറയുന്നു. ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് നാം മാനസാന്തരപ്പെടേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് നമ്മെ തന്നെ അറിയാതെ ഒരു ദിവസമായിരിക്കും അത്. പ്രിയ ദൈവമക്കളെ, അത് കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണ ദിവസമായിരിക്കാം. നമ്മുടെ മരണ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ മരണങ്ങളെയും നോക്കുമ്പോൾ ആരും ആഗ്രഹിച്ചിട്ടല്ല മരണത്തിലോട്ട് പോകുന്നത്. വീണ്ടും കുറേ കാലം കൂടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ അറിയാതെ വന്നു ചേരുന്നു മരണം. ആകയാൽ ആ ഒരു മരണ ദിവസത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മാനസാന്തരത്തിന് നാളേക്ക് എന്ന് മാറ്റിവെക്കാനുള്ള ഒരു അവസരം നമുക്കില്ല. ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തേണ്ടത് രൂപാന്തരപ്പെടുത്തി, കളയേണ്ടത് കളഞ്ഞ് ഒരു മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ആ ദിവസത്ത് ആരും നിലനിൽക്കയില്ല എന്ന് നിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങൾ മനസ്സിലാക്കി. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ പൈതങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, മരണം എപ്പോഴാണെന്ന് ആർക്കും അറിയാതിരിക്കുന്നത് കൊണ്ട് അത് ഇപ്പോഴോ കുറേ കഴിഞ്ഞോ അല്ലെങ്കിൽ നാളെയോ 10 ദിവസം കഴിഞ്ഞോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റിവെക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ ഈ സമയം ഈ മെസ്സേജ് കേട്ട നിൻ്റെ പൈതങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ദൈവാത്മാവ് കൃപ പകർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.